ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. രാവിലെ പോകാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട്. അതുകൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. നമ്മൾ പോയത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. എല്ലാവർക്കും തന്നെ അറിയാം, പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന് സമീപം ഉളനാട് എന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരം ഒരു 5:30 ആയി. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു പൂന്തോട്ടവും ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെയാണ്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണനാണ്. ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് പ്രതിഷ്ഠ. വഴിപാടായി ഭഗവാന് ഉറികൾ സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഭക്തർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉറി സമർപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഉറികൾ ഇങ്ങനെ സമർപ്പിച്ചേക്കുന്നത് കാണാം. എനിക്ക് ഒരു ഉറി സമർപ്പണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് രസീതൊക്കെ എടുത്ത് ഉറിയൊക്കെ മേടിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും. അവിടുന്ന് തിരുമേനി വന്ന് ഉറിയിൽ നമ്മൾ എന്ത് സാധനമാണോ നിറയ്ക്കുന്നത് അത് പ്രധാനമായിട്ടും അവിടെ സമർപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെണ്ണ, അവൽ, കൽക്കണ്ടം, കദളിപ്പഴം, ലഡു, ഉണ്ണിയപ്പം, പഞ്ചസാര എന്നിങ്ങനെയുള്ളവയാണ്. ഞാൻ അവൽ വെച്ചിട്ടായിരുന്നു ഉറി സമർപ്പിച്ചത്. അവിടെ നിന്ന് നമുക്കത് നമ്മൾ രസീത് എഴുതിയ മുറയ്ക്ക് അവർ സാധനങ്ങൾ കൊണ്ട് നമുക്ക് തരും. അവിടെ പുറത്ത് നിന്ന് നമ്മൾ ഉറിയിൽ ആ സാധനങ്ങൾ വെച്ച് നിറച്ച് നമ്മൾ അകത്ത് ചെന്ന് തൊഴുത് അവിടെ ഉള്ളിൽ ഉറി സമർപ്പിക്കണം. എന്നിട്ട് നമുക്ക് തിരുമേനി പ്രസാദമൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ ഉറിയൊക്കെ അവിടെ സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ തൊഴുത് അമ്പലമൊക്കെ ഇങ്ങനെ കണ്ട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. കാത്തൂന് അവിടെ ഒരു വെണ്ണക്കണ്ണനെ കണ്ട് അതിനെ അടുത്തിരിക്കുകയാണ്. ചുറ്റും നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റും. പിന്നെ അമ്പലത്തിൽ നല്ല കാണാനായിട്ട് ഒത്തിരി, ഇവിടെയും നമുക്ക് അമ്പലത്തിന് ചുറ്റും അങ്ങ് ഉറികൾ ഇങ്ങനെ ഇട്ടേക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടുന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു വിഗ്രഹമാണ്, എനിക്കറിയില്ല, ഇങ്ങനെ വിഗ്രഹം ഇങ്ങനെ അത് കണ്ടിട്ട് കാത്തു അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൾക്ക് അത് കണ്ട് അത്ഭുതമാണ് തോന്നിയത്. പക്ഷെങ്കിൽ അടുത്ത് ചെന്ന് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടൊന്നും നിന്നില്ല, പേടിച്ചിട്ടിങ്ങനെ ഇറങ്ങി പോരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ അമ്പലത്തിന് ചുറ്റും തൊഴുതിട്ട് വലം വെച്ച് തിരിച്ചെത്തിയപ്പോഴത്തേക്കും തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴ പെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു. നല്ല മഴയായിരുന്നു, അങ്ങ് ദൂരെ കണ്ടൊക്കെ കാണാം. അവിടെ നിന്ന് ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാത്തു ഈ സമയത്ത് അമ്മയും കൂട്ടിയിട്ട് ആ വെണ്ണക്കണ്ണൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ആ വിഗ്രഹത്തെ തൊട്ട് നോക്കുകയൊക്കെ ആയിരുന്നു. അവൾ വിചാരിച്ചിരിക്കുന്നത് അത് കുട്ടിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാത്തൂനെ അവിടെ വെണ്ണക്കണ്ണൻ്റെ കൂടെ ഇരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും അമ്മയും അച്ഛനും കാത്തും കൂടെയാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ മഴയൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.